ഹലോ ഫ്രണ്ട്സ്, ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ഉണപ്പുകൾ ഇടുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മളെ ഒരു സന്തോഷമല്ലേ. ഇന്നാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോയില്ല, അതുകൊണ്ട് വിചാരിച്ചു ഒരു ഓണപ്പൂക്കൾ തന്നെ ഇട്ട് വെക്കാം. എന്നും ഇങ്ങനെ ഫോണിൽ നോക്കി കിടക്കാൻ പറ്റില്ലല്ലോ, റീൽസും കണ്ടിട്ട്. ചെറുപ്പകാലമൊക്കെ അങ്ങോട്ട് ഓർമ്മ വരട്ടെ അല്ലേ. നടുവിലിടാൻ വേണ്ടി ഞങ്ങൾ പറിച്ചത് ഒരു വയലറ്റ് കളർ പൂവായിരുന്നു കേട്ടോ. നല്ല മുത്ത് മുത്ത് പൂക്കളാണ് കേട്ടോ. അത് വയലറ്റ് കളർ എന്താ രസം. അങ്ങനെ പൊട്ടിച്ച് അവസാനിക്കാത്തത്ര പൊട്ടിക്കായിട്ടുണ്ടായിരുന്നില്ല. കഷ്ടപ്പാടുണ്ട് പൊട്ടിക്കാനൊക്കെ. ഇതൊക്കെ ഒരു രസമല്ല. നോക്കി പിന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളായ പിന്നെ കുറച്ച് പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. നല്ല ഭംഗിയുള്ള കുഞ്ഞു തുടരുന്ന പൊട്ടിക്കല്. ഞാനൊരു കുഞ്ഞു ബൗളിലേക്കാണ് പൊട്ടിക്കുന്നത്. അടിപൊളി അറിയില്ല. അതിൻ്റെ ഇടയിൽ കുറെ ഇലകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നല്ല ക്യൂട്ടി ബ്യൂട്ടി ഇലകൾ. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് വരയ്ക്കാണ്ട്. ഓണപ്പൂക്കൾ ഇടാൻ നമ്മൾ വരച്ച് വെക്കുകയാണ് കേട്ടോ. ഒക്കെ അത്രക്ക് അങ്ങനെ ഡിസൈനിലൊന്നും അല്ല വരച്ചിട്ടുള്ളത്, ചെറുതായി. നടുവിൽ നമ്മൾ ആ വയലറ്റ് പൂവാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഇടാം. അങ്ങനെ ഇടാണ്. പിന്നെ അവിടെ ഇടുമ്പോഴത്തേനും പൂക്കളൊക്കെ പാടത്താണ്. അവിടെ ആണെങ്കിൽ നല്ല പുല്ല് മുളച്ചിക്കണം. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിനി കുറച്ച് പൊട്ടിക്കണം കേട്ടോ. അങ്ങനെ ഇത് ഇതിനി നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് വേണം ഇടാൻ. നമ്മളൊരു തട്ടിക്കൂട്ടിയ ഒരു ഓണപ്പൂക്കളാണ് ഇടുന്നത്. പിന്നെ ഒരു തട്ടിക്കൂട്ടിയ ഒരു ഓണപ്പൂക്കൾ ഇടാനൊന്ന് തോന്നിയപ്പോൾ ഇടാൻ വിചാരിച്ചതാണ്. ഇനി പൂ കുറച്ച് വേണം. അതെ, ഒരു രസത്തിന് വേണ്ടിയിട്ടത് തലക്ക് അങ്ങനെ ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇതുമാതിരി ഒരു ഡിസൈനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭംഗിയിൽ വരുമെന്ന് അറിയില്ല, എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫിനിഷിങ് കണ്ടോ. പൂവൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരാളെ കാണിച്ചു തരാം. ഇതാണ് ആള്, എൻ്റെ ഉണ്ണിയാണ് കേട്ടോ. ഇട്ടതിന് ശേഷം ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാനും ഇല്ല. ആലോചിച്ചിരിക്കുക. പിന്നെ ഗൈസ്, നമ്മൾ ഈ സാധനമില്ലേ, അത് നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ട് പൂക്കളിലിടാനാണ് കേട്ടോ. ഇട്ടതിന് ശേഷം കാണിക്കാം. ചമ്മിയ മുഖം കൊണ്ട് ഞങ്ങൾ പോട്ടെ കേട്ടോ ഗൈസ്. നന്നായിട്ട് മഴ വരുന്നുണ്ട്. മഴ കാരണം പൂക്കളൊക്കെ ആകെ കോലമാക്കും. അതുകൊണ്ട് തന്നെ ചമ്മിയ മുഖം കൊണ്ട് ഞാനും എൻ്റെ ഉണ്ണിയും ദേ കണ്ടോളൂ. എൻ്റെ ഉണ്ണി അന്തം വിട്ട കുന്തം പോലെ നോക്കിയിരിക്കുന്നു പൂക്കളുമൊക്കെ. എന്നാൽ